ഇതുവരെ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല. ആകെ ഞാൻ കേട്ടത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം മാത്രമാണ്. ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ഒക്കെ പ്രതികരണമില്ല ഇക്കാര്യത്തിൽ. നോക്കൂ ശ്രീ മഞ്ജുഷ്, അതായത് കോൺഗ്രസിൻ്റെ മൂല്യങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുന്നത്. അതിൻ്റെ കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5-ാം ഭാഗത്ത് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളോട് യോജിപ്പ് പ്രകടിപ്പിക്കണം, അങ്ങനെയുള്ളവരാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആശയപരമായിട്ട് വ്യത്യസ്തതയുണ്ടെങ്കിൽ അത് അതാത് വേദികളിലാണ് പറയേണ്ടത്. ഈ ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യത്തുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് സ്വന്തം പാർട്ടിക്ക് എതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് പൊതുവേദികളിൽ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണോ? ഇവിടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. നോക്കൂ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം 17-20 ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പ്രത്യേകിച്ച് എഴുത്തുകാരെ സംബന്ധിച്ച് അവരവരുടെ ഭാവനാ ലോകത്ത് നിൽക്കുകയും അവർ കാൽപ്പനികമായ ചിന്തകളിൽ അഭിരമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നോക്കൂ, ഈ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വില, അദ്ദേഹത്തിന് ജനങ്ങളുടെ അംഗീകാരം എന്തുമാത്രം കുറഞ്ഞു വരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് എന്താണ് ഒറ്റ കാര്യമുള്ളൂ, ശശി തരൂർ അവസാനം എഴുതിയ ഫിക്ഷൻ ഏതാന്ന് പറ. ഞാൻ ശശി തരൂരിന്റെ ഒരു 90% പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞല്ലോ, കാൽപ്പനിക ലോകത്തിലേക്ക് പോകുന്ന ശശി തരൂറിന്റെ ഈ പറയുന്ന ഫിക്ഷണൽ റൈറ്റർ എന്ന് പറയുന്നത് ഏതോ ഒരു കാലത്ത് അവസാനിച്ചു. അദ്ദേഹം കഴിഞ്ഞ 20 വർഷത്തിൽ ഒരു ഫിക്ഷണൽ നോവൽ എഴുതിയായിട്ട് എന്റെ അറിവില്ല. ഏതാണല്ലോ ഉണ്ടെന്ന് പറഞ്ഞു. ടാക്സ് ഇന്ത്യക്ക് എഴുതി ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് മാത്രമാണ് എഴുതുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭൂമികയെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ അദ്ദേഹം എഴുതിയ ഒറ്റ പുസ്തകം ഈ പറയുന്ന ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം കഴിഞ്ഞ വർഷം എഴുതി. അതല്ലാതെ എല്ലാ പുസ്തകവും മൊത്തം ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യയുടെ ജനാധിപത്യവും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി, ടാക്സ് ഇന്ത്യക്ക, ഈ പറയുന്ന ഇന്ത്യൻ ചരിത്രം, അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം ഒരൊറ്റ പുസ്തകം പോലും ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൽ തുടങ്ങിയ അദ്ദേഹം ഷോ ബിസിനസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഫിക്ഷന് എഴുതിയിട്ടില്ല. അദ്ദേഹം ഫിക്ഷനെ കുറിച്ച് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് ഇനഫ് സ്പേസ് ഇൻ മൈ ഹെഡ് ടു റൈറ്റ് എ ഫിക്ഷണൽ സ്റ്റോറി ബിക്കോസ് ഐ ക്യാൻ സ്റ്റാർട്ട് എ നോൺ ഫിക്ഷൻ അറ്റ് വൺ പോയിന്റ് ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ് അറ്റ് എനി ടൈം. ഫിക്ഷൻ അത് പറ്റത്തില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാടാണ്. അത് താങ്കൾ പറയുന്നതിനോട് 1% പോലും ചോദിക്കാം. ഞാനൊരു സാഹിത്യ രചന നടത്തുന്ന ഒരാളുടെ ചിന്തകളുടെ രൂപം എപ്രകാരം പോകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കൂ, ഇവിടെ കഴിഞ്ഞ 35 വർഷത്തെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചരിത്രം എടുത്താൽ ഒരേ ഒരു തവണ മാത്രമാണ് അവിടെ LDF ജയിച്ചത്. അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന മഹാൻ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അങ്ങ് വിജയിച്ചു എന്നുള്ളതല്ല. മാത്രമല്ല 2009 അദ്ദേഹം ജയിക്കുമ്പോൾ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഈ ഒടുവിൽ ഈ 2024 18-ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ 6-1 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അത്ര അറിവുള്ള ഒരു മനുഷ്യനാണ്, പേരെടുത്ത ഒരു മനുഷ്യനാണ് എന്നുള്ള വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ഈ ഒടുവിൽ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ ചേരിതിരിവിൻ്റെയും രാഷ്ട്രീയമായിട്ട് നടന്ന ത്രികോണ മത്സരത്തിലാണ്, അതായത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രം കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടെ വിയർപ്പും അവരുടെ ആത്മസമർപ്പണവും അവരുടെ ത്യാഗത്തിൻ്റെയും അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. അത്തരത്തിൽ കഠിനാധ്വാനം നടത്തി കോൺഗ്രസിൻ്റെ ലേബലിൽ MP ആയിട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള വക ഇട്ട് കൊടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് നോവും, അവർക്ക് വിഷമവും ഉണ്ടാവും. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അതിനകത്ത് അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയല്ലേ, അല്ലാതെ ലോക്കൽ രാഷ്ട്രീയത്തിലുള്ളവരല്ലല്ലോ. അത് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നമാണ്, അത് രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്, അതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇതിൽ ബഹുമാന്യനായ ശശി തരൂർ തന്നെയല്ലേ ഇതിൽ നോക്കേണ്ടത്? ഇതിൽ ഈ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യതിചലനം നടത്തിക്കൊണ്ടിരിക്കുക, കോൺഗ്രസിനെ പരിഹാസ്യപാത്രമാക്കുക. നോക്കൂ, തലേ ദിവസം തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നാശം വരുത്തുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവിന് 11 കോടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് പാർലമെൻറ്റിൽ അംഗത്വമുള്ള പ്രതിപക്ഷ നേതാവിന് പ്രസംഗിക്കാൻ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിയ കൂട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഈ ഡോക്ടർ ശശി തരൂർ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് പൊതുവേദിയിൽ കോൺഗ്രസിൻ്റെ നയ സമീപനങ്ങളെ അങ്ങേയറ്റം എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ വിമർശകർക്ക് എതിർക്കുവാനുള്ള മരുന്നിട്ട് കൊടുത്തുകൊണ്ട് പരിഹാസ്യമാക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾ ഇത് അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ ധാർമ്മികതയാണോ? ഇത് ഏത് എഴുത്തുകാരന്? പിന്നെ അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഈ അടുത്ത സമയത്ത് നമ്മളൊരു വാക്ക് കടമെടുത്താൽ, ശ്രീ G. സുധാകരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്താൽ, യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയിൽ വേതനത്തിൽ ശമ്പളം പറ്റിക്കൊണ്ടൊരു തൊഴിലെടുത്ത ഒരാൾ വിശ്വപൗരൻ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ, അത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിലെ പരിജ്ഞാനമുണ്ട്, അദ്ദേഹം സാഹിത്യ
സാന്നിധ്യ സൃഷ്ടി നടത്തുന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും കോൺഗ്രസിന്റെ ഭരണഘടനയും അതിന്റെ വിശ്വാസ പ്രമാണവും അംഗീകരിക്കാൻ തയ്യാറാവണം, അതിന് ബാധ്യസ്ഥനാവണം. അതിന് അദ്ദേഹം ഞാൻ ഇതിനെല്ലാം ഉപരിയാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഭാരതീയൻ എന്നാണ് പറയുന്നത് അല്ലേ യുവരാജ്? അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ 10 രൂപ മെമ്പർഷിപ്പ് അവിടെ ഉണ്ടല്ലോ. അദ്ദേഹം അതിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ ലേബലിലാണല്ലോ അദ്ദേഹം ഏതെല്ലാം അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു, ഏതെല്ലാം അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം കാണാതെ ഇങ്ങനെ ഈ രീതിയിൽ ഈ മോദി പ്രശംസയുമായിട്ട് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ പോലെ ശ്രീ യുവരാജ് ഗോകുൽ, കാരണം അദ്ദേഹത്തിന്റെ ലാവണം മാറ്റണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. CPM-ഉം അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്നുവല്ലോ, അദ്ദേഹം സംസ്ഥാന ഭരണത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തെ കിട്ടുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. BJP-യും അങ്ങനെ തന്നെയാണ് അല്ലേ?